ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ LGSന്റെ സിലബസ് കംപ്ലീഷൻ ചലഞ്ചിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് 6ാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ നവോത്ഥാന നായകന്മാർ, അതായത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങളാട്ടോ നമ്മളിതിൽ നോക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് SCRT ഭാഗത്തുള്ള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പുലിയ ലഹളയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. പുലയ ലഹളയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ഇതാണ്: 1915 പുലിയ ലഹള ആരംഭിച്ചത്. ഓപ്ഷൻ ബി: അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു പുലിയ ലഹള നടന്നത്. ഓപ്ഷൻ സി: കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ട ലഹളയായിരുന്നു പുലയ ലഹള. ഓപ്ഷൻ ഡി: 1900 നടന്നതിനാൽ ഇത് 90ാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിൽ പുലയ ലഹളയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. എന്തായിരുന്നു പുലിയ ലഹള എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ 90ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്? അതായത് തിരുവനന്തപുരം ജില്ലയിലെ ഊരട്ടമ്പലം എന്ന ഗ്രാമത്തിൽ അയ്യങ്കാളി എന്ത് ചെയ്തു, ഒരു പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സമയത്ത് ഈ സവർണ ജാതിക്കാരെന്ത് ചെയ്തു, സ്കൂള് തീയിട്ട് നശിപ്പിച്ചു. അതിനെ തുടർന്നിട്ടുണ്ടായ ലഹളയാണ് അല്ലെങ്കിൽ പ്രക്ഷോഭമാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, 90ാം ആണ്ട് ലഹള എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന? അപ്പോൾ ഒന്നാമത്തത് 1915 തന്നെയാണ് ഏത് നടക്കുന്നത്, 90ാം ആണ്ട് ലഹള അല്ലെങ്കിൽ പുലിയ ലഹള നടക്കുന്നത്. പിന്നെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. അതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് എന്താണ്, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അതുപോലെ 1900 നടന്നതിനാൽ 1990 നടന്നതിനാൽ ഇതെന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്, 90ാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഓർത്ത് നോക്കുക, എന്താ 90ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ ഊരട്ടമ്പലം എന്ന് പറയുന്ന ഗ്രാമത്തിൽ എന്ത് ചെയ്തു, അയ്യങ്കാളി എന്ത് ചെയ്തു, പഞ്ചമി എന്ന് പറയുന്ന ഒരു ദളിത് വിദ്യാർത്ഥിയെ ഒരു സ്കൂൾ ചേർക്കാൻ ചെന്ന സമയത്ത് ആ സവർണ വിഭാഗക്കാരെന്ത് ചെയ്തു, ആ സ്കൂൾ എന്ത് ചെയ്തു, തീയിട്ടങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. ആ സമയത്തുണ്ടായ പ്രക്ഷോഭമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, 90ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ പുലിയ ലഹള, ഊരട്ടമ്പലം ലഹള, ഇതൊക്കെ ഏത് പേരിൽ അറിയപ്പെടുന്നതാ, ഈ 90ാം ആണ്ട് ലഹളയാണ് അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം: കൂട്ടുകുടുംബത്തെയും സംബന്ധത്തെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാ? കൂട്ടുകുടുംബത്തെയും സംബന്ധത്തെയും എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? ഓപ്ഷൻ സി ആണ്, ചട്ടമ്പി സ്വാമികളാണ്. മൂന്നാമത്തെ ചോദ്യം: ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് അന്ധവിശ്വാസങ്ങൾക്കും അർത്ഥശൂന്യമായ ചടങ്ങുകൾക്കെതിരെയും പോരാടിയ സംഘടന ഏതാ? ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അർത്ഥശൂന്യമായ ചടങ്ങുകൾക്കെതിരെയും പോരാടിയ സംഘടന ഏതായിരുന്നു? ആത്മവിദ്യാസംഘമാണ്, അല്ലെ? ആത്മവിദ്യാസംഘം. ഓപ്ഷൻ ബി ആത്മവിദ്യാസംഘമാണ്. നാലാമത്തെ ചോദ്യം: കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാന്ന് കണ്ടെത്തുക. കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത്: 1. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെട്ടു. 2. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. 3. ഇരവി പേരൂരിൽ ജനനം. 4. പന്മനയിൽ സമാധി. ഇതിലേതാണ് കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് കണ്ടുപിടിക്കാം. ഏതാ തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്, പന്മനയിൽ സമാധി എന്നുള്ളത് എന്താണ്, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ പഠിച്ചു വെക്കുക. 1. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS സ്ഥാപിച്ചതാരാ? പൊയ്കയിൽ യോഹന്നാനാണ്, അല്ലെങ്കിൽ കുമാരഗുരുദേവനാണ്. ഇദ്ദേഹം ജനിക്കുന്നത് എവിടെയാ? ഇരവി പേരൂരിലാണ്. അഞ്ചാമത്തെ ചോദ്യം: സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാരാണ്? സാമൂഹികപരമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ആരാ? ഓപ്ഷൻ സി ആണ്, വക്കം മൗലവിയാണ്. വക്കം മൗലവി. ആറാമത്തെ ചോദ്യം: അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് കണ്ടെത്തുക. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത്: 1. വില്ലുവണ്ടി സമരം 1893. 2. സാധുജന പരിപാലന സംഘം 1917. ഓപ്ഷൻ സി വെങ്ങാനൂരിൽ ജനനം. അയ്യങ്കാളി അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് വിദ്യാലയം ആരംഭിച്ചത് 1905. ഇതിലേതൊക്കെയാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തെറ്റായിട്ടുള്ളത് ഏതാണ്?
ഏതാ ഇതിൽ തെറ്റായിട്ടുള്ള? ഒന്നാമത്തത് വില്ലുവണ്ടി സമരം ഏത് വർഷം? 1893 ശരിയാണ്. സാധുജന പരിപാലന സംഘം 1917 എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 1907 ഏത് സ്ഥാപിക്കുന്നത്? സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. ഇനി വെങ്ങാനൂരിൽ തന്നെയാണ് ജനിക്കുന്നത്. അതുപോലെ അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 1904 വിദ്യാലയവും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തു നോക്കുക, വില്ലുവണ്ടി സമരം 1893 സാധുജന പരിപാലന സംഘം വർഷം 1907 ജനിക്കുന്നത്. അയ്യങ്കാളി ജനിച്ചത് എവിടെയാ? വെങ്ങാനൂരിലാണ് ജനിക്കുന്നത്. അതുപോലെ അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം 1904 എന്ത് ചെയ്തിട്ടുണ്ട്? വിദ്യാലയവും സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാരാം? ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് വേണ്ടത് എന്ന് പറഞ്ഞതാരാ? ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ സി ആണ്, ശ്രീനാരായണ ഗുരുവാണ്. ഇനി മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം കൂടി നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്ന് അഭിപ്രായപ്പെട്ടതാരാ? മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം കൂടി നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ആരാ? വക്കം മൗലവിയാണ്. ഓപ്ഷൻ ബി ആണ്, വക്കം മൗലവിയാണ്. 9ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണ്? എന്താ? ഓപ്ഷൻ സി ആണ്, അയ്യപ്പനാണ്. ഓപ്ഷൻ സി അയ്യപ്പനാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം ചോദിച്ചാൽ എന്താ? അയ്യപ്പനാണ്. ഇനി പുളികുടി, തിരണ്ടു കല്യാണം എന്നിവക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാരാ? പുളികുടി, തിരണ്ടു കല്യാണം എന്നിവക്കെതിരെ പോരാടിയ നവോത്ഥാന നായകൻ ആരാ? ഓപ്ഷൻ ബി ആണ്, ശ്രീനാരായണ ഗുരുവാണ്. പുളികുടി, തിരണ്ടു കല്യാണം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. ഇനി ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1 വേദാധികാര നിരൂപണം, ഓപ്ഷൻ ബി പ്രാചീന മലയാളം. ഇത് രണ്ടിൽ ഏതൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതി? ഇതിലേതൊക്കെയാ ചട്ടമ്പി സ്വാമികളുടെ കൃതി? വേദാധികാര നിരൂപണം, വേദാധികാര നിരൂപണം ആരുതാ? ചട്ടമ്പി സ്വാമികളുടേതാണ്. അതുപോലെ പ്രാചീന മലയാളം ആര് തന്നെയാ? ചട്ടമ്പി സ്വാമികളുടേതാണ്. ഓപ്ഷൻ സി ആണ്. എയും ബിയും ആര് കൃതികളാ? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. 12ാമത്തെ ചോദ്യം, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് അഭിപ്രായപ്പെട്ടതാരാ? ശ്രീനാരായണ ഗുരുവാണ്. 13ാമത്തെ ചോദ്യം, വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാന്ന് കണ്ടെത്തുക. 1 സമപന്തി ഭോജനം നടത്തി, ചാന്നാർ ലഹളയെ പിന്തുണച്ചു, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ടു. ഓപ്ഷൻ ഡി വേല ചെയ്താൽ കൂലി കിട്ടണം. ഇതിലേതാണ് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റാണ് അല്ലെ? തെറ്റായത് ഏതാണ് കണ്ടെത്തുക. ഏതാ ഇതില്? ഓപ്ഷൻ സി ആണ് അല്ലെ? വിദ്യയും വിത്തയും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരല്ല? വൈകുണ്ഠ സ്വാമികൾ അല്ലെ? ചട്ടമ്പി സ്വാമി പറഞ്ഞ വാക്കാണ് എന്ത്? വിദ്യയും വിത്തയും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത്. അപ്പം വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഓർത്തു വെക്കുക. 1 സമപന്തി ഭോജനം നടത്തിയത് ആരായിരുന്നു? സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം നടത്തിയത് ആരാ? വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ ചാന്നാർ ലഹളയെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞതാരാ? വൈകുണ്ഠ സ്വാമികളാണ്. ഇനി അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ചാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചതാരാ? അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ചാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ഗാന്ധിജി ആണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ചാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചതാരാ? ഗാന്ധിജിയാണ്. ഇനി സ്ത്രീകളുടെ അവകാശത്തിനായിട്ട് അന്നാ ചാണ്ടി ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാ? തന്നിരിക്കുന്നതിൽ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് അന്നാ ചാണ്ടി ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ്, ശ്രീമതിയാണ് കേട്ടോ. ശ്രീമതിയാണ്. സ്ത്രീകളുടെ അവകാശത്തിനായിട്ട് അന്നാചാണ്ടി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഇത്, ശ്രീമതി എന്നത്. ഇനി 16ാമത്തെ ചോദ്യം, 1952 തിരുവനന്തപുരത്ത് നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ വൻ ഭൂരിപക്ഷത്തോടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ നേതാവ് ആരാണ്? 1952 തിരുവനന്തപുരത്ത് നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ വൻ ഭൂരിപക്ഷത്തോടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ നേതാവാരാണ്? ആരായിരുന്നു? ആനി മസ്ക്രീൻ ആട്ടോ. ഓപ്ഷൻ എ ആണ്, ആനി മസ്ക്രീൻ ആണ്. 17ാമത്തെ ചോദ്യം, നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ
ഓപ്ഷൻ സി ആണ് ശ്രീനാരായണ ഗുരുവാണ്. നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. 18ാമത്തെ ചോദ്യം, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാം? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ശ്രീനാരായണ ഗുരുവാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ഗുരു ആരാം? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ഗുരു ആരാം? ആരാ? ഓപ്ഷൻ സി ആണ്, പേട്ടയിൽ രാമംപിള്ള ആശാൻ കേട്ടോ. തൈക്കാടയ്യപേട്ടിൽ രാമംപിള്ള ആശാന് അല്ലെങ്കിൽ പേട്ടയിൽ രാമംപിള്ള ആശാനാണ് ആര്? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ഗുരു എന്നറിയപ്പെടുന്നത്. 20ാമത്തെ ചോദ്യം, ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തി ആരാണ്? ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തി ആരാണ്? ആരാ? ഓപ്ഷൻ ബി ആണ്, തൈക്കാട് അയ്യയാണ്. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തിയാണ് ആര്? തൈക്കാട് അയ്യ. 21ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷം ഓപ്ഷൻ എ ആണ്, 1897 ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷം ചോദിച്ചാൽ ഏതാ? 1897. 22ാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാ? ഓപ്ഷൻ എ ആണ്, നവി മുംബൈയിലാണ് കേട്ടോ. നവി മുംബൈയിലാണ്. 23ാമത്തെ ചോദ്യം, ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചതാരാണ്? ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചതാരാണ്? ഓപ്ഷൻ എ ആണ്, സുകുമാർ അഴീക്കോടാണ് കേട്ടോ. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചതാരാ? സുകുമാർ അഴീക്കോടാണ്. ഇനി ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം ഏതാണ്? തന്നിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്, തിരുക്കുറലാട്ടോ. ഓപ്ഷൻ ബി തിരുക്കുറലാണ്. 25ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചന ഏതാണ്? ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചന ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നവമഞ്ചരിയാണ് കേട്ടോ. ഓപ്ഷൻ ബി നവമഞ്ചരി. 26ാമത്തെ ചോദ്യം, SNDPയുടെ മുഖപത്രം എന്താണ്? SNDPയുടെ മുഖപത്രം ഏതായിരുന്നു? SNDPയുടെ മുഖപത്രം വിവേകോദയമായിരുന്നു കേട്ടോ. ഏതാ? വിവേകോദയമായിരുന്നു SNDPയുടെ ആദ്യകാലത്ത് മുഖപത്രം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? ഏതാ? ഇപ്പോഴത്തത് യോഗനാഥമാണ്. ഓപ്ഷൻ എ യോഗനാഥമാണ്. അപ്പോൾ SNDPയുടെ ആദ്യത്തെ മുഖപത്രം ചോദിച്ചാൽ വിവേകോദയമാണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ചോദിച്ചാൽ ഏതാ? യോഗനാഥമാണ്. 28ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ SNDP എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച വ്യക്തി ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആണ് അല്ലെ. ഓപ്ഷൻ ബി ഡോക്ടർ പൽപ്പു ആണ്. 29ാമത്തെ ചോദ്യം, SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, കുമാരനാശാനാണ്. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാ? കുമാരനാശാൻ. 30ാമത്തെ ചോദ്യം, SNDPയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന സംഘടന ഏതാ? SNDPയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന സംഘടന ഓപ്ഷൻ ഡി ആണ്, വാവൂട്ട് യോഗമാണ്. ഓപ്ഷൻ ഡി വാവൂട്ട് യോഗം. SNDPയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന സംഘടനയാണ് ഏത്? വാവൂട്ട് യോഗം. 31ാമത്തെ ചോദ്യം, SNDPയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? SNDPയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കൊല്ലം ജില്ലയിൽ അല്ലെ, കൊല്ലത്താണ്. ഓപ്ഷൻ ബി കൊല്ലമാണ്. SNDPയുടെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാ? കൊല്ലമാണ്. 32 SNDP അതായത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം ഏതാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ SNDP സ്ഥാപിതമായ വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1903 മെയ് 15-നാണ്. 1903 മെയ് 15-നാണ് ഏത് സ്ഥാപിതമാകുന്നത്? SNDP സ്ഥാപിതമാകുന്നത്. ഇനി കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരാ? കോടതികളിൽ നിന്ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാ? ഓപ്ഷൻ ഡി ആണ്, ശ്രീനാരായണ ഗുരുവാണ്. കോടതികളിൽ നിന്ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. ഇനി 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചതാരാ? 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചതാരാ?
ആരാ? ഓപ്ഷൻ സി ആണ്, നടരാജ ഗുരുവാണ്. നടരാജ ഗുരുവാണ്. 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചതാരാ? നടരാജ ഗുരുവാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ ശിഷ്യൻ ആരാ? ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ ശിഷ്യൻ ആരാ? ആനന്ദ തീർത്ഥനാണ്. ഓപ്ഷൻ ഡി, ആനന്ദ തീർത്ഥൻ. ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ ശിഷ്യനാണ് ആര്? ആനന്ദ തീർത്ഥൻ. 36ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ഏക വിദേശി ആരാ? ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ വിദേശി ആരാ? ഏണസ്റ്റ് കിർക്കാണ്. ഓപ്ഷൻ ബി ആണ്, ഏണസ്റ്റ് കിർക്കാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ വിദേശിയാണ് ആര്? ഏണസ്റ്റ് കിർക്ക്. 37ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാ? ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി എന്ന് അറിയപ്പെടുന്നത് ആരാ? ഓപ്ഷൻ ബി ആണ്, ശ്രീ ബോധാനന്ദ സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്ന ആരാ? ബോധാനന്ദ സ്വാമികളാണ്. 38ാമത്തെ ചോദ്യം, ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്ന സ്ഥലം എവിടെയാണ്? ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്ന സ്ഥലം എവിടെയാ? കുമരകത്താട്ടോ. ഓപ്ഷൻ എ ആണ്, കുമരകത്താണ്. 39, ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? കന്നേറ്റി കായലിലാണ്. ഓപ്ഷൻ സി, കന്നേറ്റി കായലിലാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാ? കന്നേറ്റി കായലിലാണ്. 40ാമത്തെ ചോദ്യം, പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ അവാർഡ് ജേതാവാരാം? പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ അവാർഡിന്റെ ജേതാവാരാം? ആരാ? ഓപ്ഷൻ ഡി ആണ്, ശശി തരൂർ ആട്ടോ. ശശി തരൂറാണ്. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ അവാർഡ് ജേതാവാര? ശശി തരൂർ ആണ്. 41ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാ? മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925ലാണ്. 1925ലാണ് ശ്രീ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമാണേത്? 1925. 42ാമത്തെ ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? 1922ലാണ്. 1922ലാണ് രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമാണിത്. 1922. ഇനി ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷം 1912ലാട്ടോ. 1912ലാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷം ചോദിച്ചാൽ ഏതാ? 1912ലാണ്. ഇനി ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയ വർഷം ഏതാ? ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയ വർഷം ഓപ്ഷൻ ബി ആണ്, 1914ലാണ്. 1914ലാണ് ആരെ കണ്ടുമുട്ടുന്നത്? ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടുന്നത്. ഇനി ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം 1916ലാണ്. 1916ലാണ് രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം 1916. ഇനി ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയ വർഷം 1895ലാണ്. 1895 ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയ വർഷമാണ് 1895. അപ്പോൾ ആരെയൊക്കെ കണ്ടുമുട്ടി നമ്മൾ പഠിച്ചു? മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ വർഷം എന്നായിരുന്നു. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ വർഷം 1925. അതായത് ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനത്തിലാണ് ആരെ കാണുന്നത്? ഗുരുവിനെ കാണുന്നത്. ഓർത്തു നോക്കുക, 1925ലാണ്. ഇനി ടാഗോറിനെ കാണുന്നതോ? ടാഗോറിനെ കാണുന്നത് 1922ലാണ്. ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ചോദിച്ചാൽ ഏതാ? 1922ലാണ്. അങ്ങനെയാണെങ്കിൽ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷം ഏതാ? അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷം അത് 1912ലാണ്. ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷം ചോദിച്ചാൽ ഏതാ? 1912ലാണ്. ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയ വർഷമാണെങ്കിലോ അത് 1914ലാണ്. അല്ലെ, ശ്രീനാരായണ ഗുരു
വാഗ്ബടാനന്ദനെ കണ്ടുമുട്ടിയ വർഷം ചോദിച്ചാൽ ഏതാ? 1914. ഇനി ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം ഏതാ? 16. 1916 ആരെ കണ്ടത്? ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷമാണ് 1916. 1895 ആരെയാ കണ്ടുമുട്ടിയത്? ഡോക്ടർ പൽപുവിനെയും കണ്ടുമുട്ടി. ഇനി 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതി ഏതാ? 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതി ഏതാ? ഓപ്ഷൻ എ ആണ് ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന കൃതിയാണ് 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതിയാണ് ഏത്? ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു. 48ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ ആദ്യത്തെ വ്യക്തി ആരാം? ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ ആദ്യത്തെ വ്യക്തി ആരാം? ഓപ്ഷൻ ബി ആണ് മൂർക്കോത്ത് കുമാരൻ കേട്ടോ. മൂർക്കോത്ത് കുമാരനാണ്. ഇനി 49ാമത്തെ ചോദ്യം, ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചതാരാം? ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചതാരാം? രചിച്ചത്? ഓപ്ഷൻ ഡി ആണ് ടി ഭാസ്കരൻ. ഓപ്ഷൻ ഡി ടി ഭാസ്കരൻ. 50ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചതാരാം? ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചതാരാം? കെ പി അപ്പൻ. ഓപ്ഷൻ സി കെ പി അപ്പനാണ്. 51ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിർമ്മിച്ച സിനിമ ഏതാ? ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിർമ്മിച്ച സിനിമ ഏതാ? ഓപ്ഷൻ ഡി ആണ് യുഗപുരുഷൻ കേട്ടോ. യുഗപുരുഷനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിർമ്മിച്ച സിനിമയാണ് ഇത് യുഗപുരുഷൻ. 52ാമത്തെ ചോദ്യം, യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായിട്ട് അഭിനയിച്ച നടൻ ആരാം? ശ്രീനാരായണ ഗുരുവായിട്ട് അഭിനയിച്ചതാരാം? യുഗപുരുഷൻ എന്ന സിനിമയിൽ ഗുരുവായിട്ട് അഭിനയിച്ച വ്യക്തി ചോദിച്ചാൽ തലൈവാസൽ വിജയ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് തലൈവാസൽ വിജയ് ആണ്. 53, ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയ വർഷം ഏതാ? ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയ വർഷമാണ് 1891. 1891 ആരെ കണ്ടുമുട്ടുന്നത്? കുമാരനാശാനെ കണ്ടുമുട്ടുന്നത്. 54ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം ഏതാ? ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882. 1882 ആരെ കണ്ടുമുട്ടുന്നത്? ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്നത്. ഇനി യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാരാം? യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ കേട്ടോ. ആർ സുകുമാരനാണ്. യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന് തൈക്കാട് അയ്യയെ പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകനാരാണ്? ശ്രീനാരായണ ഗുരുവിന് തൈക്കാട് അയ്യയെ പരിചയപ്പെടുത്തി കൊടുത്തിയ നവോത്ഥാന നായകനാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളാണ്. 57, ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം ഏതാ? ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം ഓപ്ഷൻ സി ആണ് 1887. 1887 ക്ഷേത്രം പണികഴിപ്പിക്കുന്നത്. 58ാം ചോദ്യം, അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാ? ഓപ്ഷൻ എ നെയ്യാറ്റിൻകരയിലാണ്. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാ? നെയ്യാറ്റിൻകരയാണ്. 59ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് എവിടെ വെച്ചാ? ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് എവിടെ വെച്ചാ? ഓപ്ഷൻ സി ആണ് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് എവിടെ വെച്ചിട്ടാ? ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ്. 60ാമത്തെ ചോദ്യം, ആലുവ അദ്വൈതാശ്രമം മുന്നോട്ട് വെക്കുന്ന ആപ്തവാക്യം എന്താ? ആലുവ അദ്വൈതാശ്രമം മുന്നോട്ട് വെക്കുന്ന ആപ്തവാക്യം എന്താ? ഓപ്ഷൻ ഡി ആണ് ഓം സാഹോദര്യം സർവത്ര എന്നുള്ള ആലുവ അദ്വൈതാശ്രമം മുന്നോട്ട് വെക്കുന്ന ആപ്തവാക്യം എന്താ? ഓം സാഹോദര്യം സർവത്ര എന്നുള്ളതാണ്. 61ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാ? ക്ഷേത്രം പണി കഴിപ്പിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1887. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാ? എന്നാ തൊട്ടടുത്ത വർഷമായിട്ടുള്ള 1888. ഇനി 62ാമത്തെ ചോദ്യം, അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലം എവിടെയാണ്?
അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹ കല്ല് കണ്ടെത്തിയ സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നാട്ടോ. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹ കല്ല് കണ്ടെടുത്ത സ്ഥലം എവിടെയാ? നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നാണ്. ഇനി ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാ? ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം എവിടെയാ? പെരിയാറാണ് അല്ലെ. ഓപ്ഷൻ ഡി പെരിയാറാണ്. 64 സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന വർഷം ഏതാ? സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന വർഷം ഏതാ? എന്നാ 1924 1924 65-ാമത്തെ ചോദ്യം, ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ജസ്റ്റിസ് സി സദാശിവ അയ്യർ ആണ്. ഓപ്ഷൻ സി ജസ്റ്റിസ് ടി സദാശിവ അയ്യർ ആണ്. 66-ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എവിടെയാണ്? ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് വിളക്കമ്പലം കാരമുക്ക്. ഓപ്ഷൻ ബി വിളക്കമ്പലം കാരമുക്ക്. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഇവിടെ വിളക്കമ്പലം കാരമുക്ക്. 67-ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ്? ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കളവൻകോട് ക്ഷേത്രമാണ്. 68-ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലം എവിടെയാണ്? ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലം ഏതാ? കളവൻകോടിലെ കളവൻകോട് തന്നെയാണ്. 69-ാമത്തെ ചോദ്യം, കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം എന്താ? കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം എന്താ? എന്താ? അഹം ബ്രഹ്മാസ്മി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി അഹം ബ്രഹ്മാസ്മി എന്നാണ്. 70-ാമത്തെ ചോദ്യം, മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രം ഏതാ? മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രം ഏതാ? ഓപ്ഷൻ എ ആണ് തിരുപ്പതീശ്വര ക്ഷേത്രമാണ്. ഓപ്ഷൻ എ തിരുപ്പതീശ്വര ക്ഷേത്രമാണ്. 71 ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്ത വ്യക്തി ആരാ? ഓപ്ഷൻ സി ആണ് മൂർക്കോത്തു കുമാരനാണ്. ഓപ്ഷൻ എ മൂർക്കോത്തു കുമാരനാണ്. 72 ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ആരായിരുന്നു? നമ്മുടെ ജി ശങ്കരക്കുറുപ്പ് അല്ലെ. ഓപ്ഷൻ എ ആണ് ജി ശങ്കരക്കുറുപ്പാണ്. 72 ഓപ്ഷൻ എ ആണ് ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാരാ? ജി ശങ്കരക്കുറുപ്പാണ്. 73 ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം എവിടെയാണ്? ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം എവിടെയാ? ഓപ്ഷൻ എ ആണ് ശിവഗിരിയിലാണ്. 74 സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം എന്താ? സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം എന്താ? ശ്വേതവർണ്ണമാണ്. ഓപ്ഷൻ ബി ശ്വേതവർണ്ണമാണ്. 75 ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിന്റെ നിറം എന്താ? ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിന്റെ നിറം എന്താ? മഞ്ഞയാണ്. ഓപ്ഷൻ ഡി മഞ്ഞയാണ്. 76 ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലം എവിടെയാണ്? ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലം എവിടെയാ? ഓപ്ഷൻ ഡി ആണ് ഇലവുംതിട്ടയിൽ വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്. 77-ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്ക് വെല്ലൂർ മഠത്തില് താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിന്റെ ആവശ്യത്തിനായിട്ട് ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായിട്ട് വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിന്റെ ആവശ്യത്തിനായിട്ട് ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ എ ആണ് ശ്രീനാരായണ ഗുരുവാണ്. 78-ാമത്തെ ചോദ്യം, നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി അതും ആര് തന്നെയാ? ശ്രീനാരായണ ഗുരുവാണ്. ഇനി നൂറ്റാണ്ടിന്റെ മലയാളി എന്ന് മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തി,
നൂറ്റാണ്ടിന്റെ മലയാളി എന്ന് മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തിയും ആര് തന്നെയാ? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ചോദിച്ചാൽ ആരാ? ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടുള്ള വ്യക്തി ചോദിച്ചാലും ആരാ? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ ജനനവും മരണവും അവധി ദിനമായിട്ട് പ്രഖ്യാപിച്ച ഏക നവോത്ഥാന നായകൻ ആരാ? ശ്രീനാരായണ ഗുരു. ജനനവും മരണവും അവധി ദിനമായിട്ട് പ്രഖ്യാപിച്ച ഏക നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. അതുപോലെ ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ, ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. ഇനി ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1888 അല്ലേ? ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ വർഷമായിരുന്നു ഇത് 1888. അതുപോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ഈ വചനങ്ങൾ രേഖപ്പെടുത്തിയത് ഏത് ക്ഷേത്രത്തിലാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വചനം രേഖപ്പെടുത്തിയത് ഏത് ക്ഷേത്രത്തിലാണ്? എവിടെയാ? അരുവിപ്പുറത്താണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ്. 87ാമത്തെ ചോദ്യം, വൈക്കം ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലൂടെയുള്ള അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്ന പ്രക്ഷോഭം ഏതായിരുന്നു? വൈക്കം ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലൂടെയുള്ള അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്ന പ്രക്ഷോഭം ഏതായിരുന്നു? വൈക്കം സത്യാഗ്രഹമാണ് അല്ലെ? വൈക്കം സത്യാഗ്രഹമാണ്. 88ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? TK മാധവൻ കേട്ടോ. TK മാധവനാണ്. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥ ഏതാണ്? വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥ ചോദിച്ചാൽ ഏതാ? സവർണ ജാഥയാണ് അല്ലെ? സവർണ ജാഥയാണ്. ഇനി സവർണ ജാഥ നടത്തിയതാരാ? അത് മന്നത്ത് പത്മനാഭൻ കേട്ടോ. സവർണ ജാഥ നയിച്ചതാരാ? മന്നത്ത് പത്മനാഭനാണ്. ഇനി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാ? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാവാനും ഉദ്ബോധിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാ? ആരാ? ഓപ്ഷൻ എ ആണ്, ശ്രീനാരായണ ഗുരുവാണ്. 91ാമത്തെ ചോദ്യം, ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാ? ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ട് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരുവാണ്. 92ാമത്തെ ചോദ്യം, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ നവോത്ഥാന നായകൻ ആരാണ്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ നവോത്ഥാന നായകൻ ആരായിരുന്നു? അതും ശ്രീനാരായണ ഗുരു തന്നെയാണ് അല്ലെ? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് അല്ലെ? ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭനാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, കെ കേളപ്പനാണ് അല്ലെ? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? കെ കേളപ്പനാണ്. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സത്യാഗ്രഹം ഏതാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സത്യാഗ്രഹം ഏതായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഓപ്ഷൻ എ, ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 96ാമത്തെ ചോദ്യം, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? അയ്യങ്കാളിയാണ് അല്ലെ? അയ്യങ്കാളിയാണ്. ഇനി ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? ഓപ്ഷൻ ബി ആണ്, വാഗ്ഭടാനന്ദനാണ്. 98ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാ? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 99ാമത്തെ ചോദ്യം, അരയ സമാജം സ്ഥാപിച്ചതാരാണ്? അരയ സമാജം സ്ഥാപിച്ചതാരാണ്? ആരാ? ഓപ്ഷൻ സി ആണ്, പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജം സ്ഥാപിച്ചതാരാ? പണ്ഡിറ്റ് കറുപ്പനാണ്. 100ാമത്തെ ചോദ്യം, നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചതാരാ? നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ്, മന്നത്ത് പത്മനാഭനാണ്. 101ാമത്തെ ചോദ്യം, VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച സംഘടന ഏതാണ്? തന്നിരിക്കുന്നതിൽ VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചത് ഏതാണ്?
ഏതാ? യോഗക്ഷേമ സഭയാണ് കേട്ടോ. യോഗക്ഷേമ സഭ ആരാ സ്ഥാപിച്ചത്? VT ഭട്ടതിരിപ്പാടാണ്. 102ാമത്തെ ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാ? ഓപ്ഷൻ ഡി ആണ്, കുമാര ഗുരുദേവനാണ്. 103, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചതാരാ? ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചതാരാ? ഡോക്ടർ പൽപ്പു ആണ്. 104ാമത്തെ ചോദ്യം, ആനന്ദ മഹാസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? ആനന്ദ മഹാസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? ഓപ്ഷൻ ഡി ആണ്, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 105ാമത്തെ ചോദ്യം, ആത്മബോധോദയ സംഘം സ്ഥാപിച്ചതാരാ? ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ്, ശുഭാനന്ദ ഗുരുദേവനാണ്. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചതാരാ? ശുഭാനന്ദ ഗുരുദേവനാണ്. 106ാമത്തെ ചോദ്യം, ജാതിനാശിനി സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? ജാതിനാശിനി സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? ഓപ്ഷൻ സി ആണ്, ആനന്ദ തീർത്ഥനാണ്. 107ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. മന്നത്ത് പത്മനാഭനാണ്. ഇനി മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന EMSന്റെ കൃതി ഏതാ? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ ഗ്രന്ഥം ഏതാ? ഓപ്ഷൻ ഡി ആണ്, 1.25 കോടി മലയാളികളാണ്. 109ാമത്തെ ചോദ്യം, മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? ഓപ്ഷൻ എ ആണ്, AV കുട്ടിമാളു അമ്മയാണ്.